നിരീക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ്, കടന്നാക്രമണമാണ് ഉണ്ടാകുന്നത്. പ്രസിഡന്റ് മഡുറോയും ഭാര്യയും ബന്ദിയാക്കിയിരിക്കുന്നു അമേരിക്ക. എന്താണിപ്പോൾ അമേരിക്ക ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്? 4 മാസമായി ഉപരോധം തുടരുന്നു എങ്കിലും ഇപ്പോൾ വെനിസ്വേലയുടെ മണ്ടിൽ കടന്നു കയറി നേരിട്ടുള്ളൊരു ആക്രമണവും പ്രസിഡന്റിനെയും ഭാര്യയും ഉൾപ്പെടെ ബന്ദിയാക്കലും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക പുറമെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാരണം ഡ്രഗ് ട്രാഫിക്കിംഗ്, അമേരിക്ക അനുഭവിക്കുന്ന ഡ്രഗ് കാർട്ടൽ പ്രോബ്ലം അല്ലെങ്കിൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇതിന്റെ എല്ലാം അപ്പായി പ്രവർത്തിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയാണ്. അവിടെയുള്ള പലതരം മാഫിയകൾ, തീവ്രവാദ ബന്ധമുള്ളതും ഡ്രഗ് ബന്ധമുള്ളതുമായ മാഫിയകൾ അമേരിക്കയുടെ സ്വൈര ജീവിതത്തിന് ഹാനികരമാകുന്നു. അതിനെ നിയന്ത്രിക്കാൻ നിക്കോളാസ് മദുറോയുടെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എങ്കിൽ തങ്ങൾ ഇടപെടും, തങ്ങൾ ഉപരോധം, ആദ്യപടി എന്ന നിലയിൽ ഉപരോധം പ്രഖ്യാപിക്കും. അതുകൊണ്ടും ഫലിച്ചില്ല എങ്കിൽ നേരിട്ടുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആരും അത്ര കാര്യമായി ഗൗനിച്ചില്ല. പക്ഷെ ഇപ്പോഴിതാ കേവലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം 30 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കാരക്കാസ് എന്ന വെനിസ്വേലൻ ക്യാപിറ്റലിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ബോംബിംഗ് നടത്തുകയും കൃത്യമായി പ്രസിഡൻഷ്യൽ വസതി എന്നിവീകരിച്ച് ആക്രമണം ഘടിപ്പിക്കുകയും പ്രസിഡന്റിനെയും ഭാര്യയും റാഞ്ചിക്കൊണ്ട് അമേരിക്കയിലേക്ക് തന്നെയാണോ മറ്റേതെങ്കിലും ഇടത്തേക്കാണോ എന്നൊരു സ്ഥിരീകരണമില്ല. പക്ഷേ ആ രാജ്യത്തിൽ നിന്നും ആ പ്രസിഡന്റിനെയും ഭാര്യയും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയോട് പ്രതികരിക്കുന്നത്, പ്രത്യേകിച്ച് ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ഇടപെടാൻ ഉള്ള ഒരു സാഹചര്യമുണ്ടോ, എന്തെങ്കിലും ചെയ്യാനാവുമോ? ശ്രീ മോഹൻ വർഗീസ്, വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. കാരണം നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഒരു തിരിച്ചടി, കടന്നാക്രമണം ആ രാജ്യത്തിന്റെ മണ്ണിലേക്ക് അതിക്രമിച്ച് കയറി ആ രാജ്യത്തിന്റെ തന്നെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലൊക്കെ അവിടുത്തെ പ്രസിഡന്റിനെ ബന്ധിയാക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ എത്രത്തോളം ഉയർന്നു വരേണ്ടതാണ്? ആ ഉയർന്നു വരൽ പ്രതികരണങ്ങളൊക്കെ ഏത് ചേരിയിലേക്ക് പോയേക്കാം? കേൾവിയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നോക്കൂ, അമേരിക്ക എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം വെനിസ്വേല എന്ന മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭരണത്തലവനെയും ഭാര്യയെയും ബന്ദികളാക്കി കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഏത് രാജ്യത്തിനും നാളെ ഈ ഒരു അവസ്ഥ വന്നു ഭവിക്കാം. അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിനോടൊപ്പം ചേർന്ന് നിൽക്കാത്ത ഏത് രാജ്യത്തിനും സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാം. ഇപ്പോൾ ഇതാ ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ടെഹ്റാന്റെ തെരുവുകളിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവിടുത്തെ കറൻസി മൂല്യം വളരെ കുറഞ്ഞു, നാണ്യപ്പെരുപ്പം വളരെ ഉയർന്ന രീതിയിലായി. അതേപോലെ തന്നെ ടെഹ്റാനിലും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും ഖൊമൈനിക്കെതിരായ അയത്തുള്ള അലി ഖൊമൈനിക്കും മസൂദ് പെസഷ്കിയാനും എതിരെയുള്ള വമ്പൻ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതിനെയൊക്കെ ജൈവികമായി ഉണ്ടായ ഒരു പ്രതിഷേധമാണ് എന്ന് പറയാമെങ്കിലും ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ ശക്തിയുണ്ട്, അമേരിക്കയുടെ തന്ത്രപരമായ ചില പ്രവർത്തനങ്ങളുണ്ട് എന്നത് നിസ്സംശയം പറയുകയും ചെയ്യാം. സമാനമായ രീതിയിൽ വെനിസ്വേലയിലും അമേരിക്കൻ അനുകൂലമായ ഒരു ഗ്രൂപ്പുകളെ, മിലിഷ്യകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമമുണ്ട്. ഒരുപക്ഷെ ആ മിലിഷ്യകളിലേക്ക് അധികാരം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ വെനിസ്വേലയിലെ സൈന്യം തന്നെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് സ്ഥിതിഗതികൾ അമേരിക്ക അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ ഒരുക്കി. അല്ല എങ്കിൽ ഒരുപക്ഷെ ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചത്